ഈ വർഷം ഓണം എക്സാമിന് ഒരു ദിവസം 2 പരീക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളോടുമാണ് MS സംസാരിക്കുന്നത്. ഹൈ ഡിയേഴ്സ്, ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്? എൻ്റെ പ്രിയപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും ഓണപ്പരീക്ഷ നടക്കുന്ന ഡേറ്റ്, ഓണം എക്സാം വരുന്നത് 13ാം തീയതിയാണ്. നോട്ട് ദ പോയിന്റ്. 13 മുതൽ 21 വരെ നിങ്ങൾക്ക് ഓണപ്പരീക്ഷ നടക്കുന്നുണ്ടെങ്കിലും അതിൽ 15ാം തീയതി സ്വാതന്ത്ര്യദിനം വരുന്നുണ്ട്. അന്ന് ശനിയാഴ്ചയാണ്. 16ാം തീയതി ഞായറാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിലും നിങ്ങൾക്ക് പരീക്ഷകൾ നടത്താൻ അനുവാദമില്ല. അങ്ങനെയാണെങ്കിൽ 13, 14 2 ദിവസം, 17, 18, 19, 20, 21 തുടങ്ങി ടോട്ടലായിട്ട് 7 ദിവസങ്ങളാണ് നിങ്ങളിലൂടെ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ഓണപ്പരീക്ഷ നടക്കുന്ന ദിവസങ്ങളാണ് ഇവയെല്ലാം. അങ്ങനെയാണെങ്കിൽ 13ാം തീയതി ഒരു പരീക്ഷ, 14ാം തീയതി മറ്റൊരു പരീക്ഷ, 13 ഒരു പരീക്ഷ, 14 ഒരു പരീക്ഷ, 17 ഒരു പരീക്ഷ, 18 മറ്റൊരു പരീക്ഷ, 19 മറ്റൊരു പരീക്ഷ, 20 മറ്റൊരു പരീക്ഷ. അങ്ങനെയാണെങ്കിൽ 21ാം തീയതി 2 പരീക്ഷകൾ വീതം നടക്കേണ്ടി വരും. അതായത് 1, 2, 3, 4, 5, 6 2. ഇനി ഇതിൽ മറ്റൊരു ദിവസം കൂടി ഞാൻ 20 കൂടി എന്ത് ചെയ്യാണ്, 2 ഇതുകയാണെങ്കിൽ 2, 4, 5, 6, 7, 8, 9. ചുരുക്കി പറഞ്ഞാൽ ഈ പരീക്ഷകൾ നടക്കുന്ന ഗവൺമെൻറ് പുറത്തിറക്കിയ 13 മുതൽ 21 വരെയുള്ള 7 ദിവസങ്ങളിൽ 2 ദിവസങ്ങൾ വീതം 2 പരീക്ഷകൾ നടത്തിയാലേ നിങ്ങളുടെ ഓണപ്പരീക്ഷ പൂർണ്ണമായിട്ടും തീർക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, ഇതിൽ മാത്തമാറ്റിക്സ് നടക്കുന്ന ദിവസം എന്തായാലും 2 പരീക്ഷ ഉണ്ടാവില്ല. അന്ന് ഒരു പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷത്തെ വെച്ച് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസിൻ്റെ കൂടെയായിരുന്നു ഹിന്ദി പരീക്ഷ വന്നത്, ഫിസിക്സിൻ്റെ കൂടെയായിരുന്നു കെമിസ്ട്രി വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സയൻസ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ഒരു വെല്ലുവിളിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹൈസ്കൂൾ ആണെങ്കിലും ശരി, 8ാം ക്ലാസ് ആണെങ്കിലും 9 ആണെങ്കിലും 10 ആണെങ്കിലും ഇതേ പ്രശ്നമുണ്ട്. 13 മുതൽ 21 വരെയാണ് ഓണപ്പരീക്ഷ വരുന്നത്. അപ്പോൾ ഒരു ദിവസം 2 പരീക്ഷകൾ വീതം 2 ദിവസം നടത്തിയാലേ മറ്റ് ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റുകൾ വീതം തീർക്കാൻ ഗവൺമെൻറ്റിന് കഴിയുകയുള്ളൂ. സോ ഈ ഒരു യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട ഹൈസ്കൂൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാൻ. ഇത് ജൂലൈ മാസമാണ്. നിങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ മാസം മാത്രമേ ഉള്ളൂ. മാസം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് 30 ദിവസങ്ങൾ കയറി വരും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ജൂലൈയിൽ വരുന്ന 30 ദിവസങ്ങളും നിങ്ങൾ ഫ്രീ ആണോ? 30 ദിവസവും 8 മണിക്കൂറോളം പഠിക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾക്ക് സ്കൂളുകളിൽ പോകുന്ന, ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളുകളിലും പോർഷൻസ് കവർ ചെയ്യുന്ന തിരക്കിലായിരിക്കും. ചില ചെറിയ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ ഈവനിങ് ക്ലാസ്സസ് ഉണ്ടാവും. ഒരുപാട് ബാച്ചസുമായിട്ട് അല്ലെങ്കിൽ അൺകൺട്രോളബിൾ ആകുന്ന ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്ന സെൻ്ററുകൾക്ക് ചിലപ്പോൾ ഈവനിങ് ക്ലാസ്സും സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ വെക്കേണ്ടി വരും. മറ്റു ചിലർക്ക് നൈറ്റ് ക്ലാസ് വെച്ചുകൊണ്ട് പോർഷൻസ് കവർ ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് പോയേക്കാം. എന്നാൽ സ്കൂളുകളിൽ 23 ദിവസങ്ങൾ മാത്രമേ ഈ ജൂലൈയിൽ വർക്കിംഗ് ഡേ ആയിട്ടുള്ളൂ. 23 ദിവസങ്ങൾ നിങ്ങൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്. ബാലൻസ് ലഭിക്കുന്ന 7 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് പഠിക്കാൻ? ഇനി ഈ 23 ദിവസം സ്കൂളിൽ പോയാൽ 8 മണിക്കൂറോളം നിങ്ങൾ സ്കൂളിലാണ്. ബാലൻസ് വരുന്ന ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ കഴിയുമോ? കഴിയണമെന്നില്ല. നിങ്ങളുടെ ബോഡി വീക്കായേക്കാം. ശാരീരികമായ അസ്വസ്ഥതകൾ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ബാധിക്കും. അങ്ങനെ മാനസികമായ വേദനകൾ വരും. മാനസികവും ശാരീരികവും വേദനകൾ ഒരുമിച്ച് വന്നാൽ ആ കുട്ടി തകർന്നു പോകും. ഓണപ്പരീക്ഷയെ നിങ്ങൾ സീരിയസ് ആക്കി എടുക്കണം. ഒരു പരീക്ഷ വരുമ്പോൾ അതിനെ പേടിച്ചുകൊണ്ട് തനിക്ക് പഠിക്കാനുള്ള പോർഷൻസുകൾ വേഗം കവർ ചെയ്തുകൊണ്ട് ഒരു തവണയെങ്കിലും റിവിഷൻ ചെയ്ത് ഒരു തവണയെങ്കിലും ഒരു മോഡൽ ഓണം എക്സാം പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ഓണപ്പരീക്ഷ സിമ്പിളായിരിക്കും. ഈ സിസ്റ്റത്തിലൂടെ പോകണം. ഇത്തരമൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഈ ജൂലൈ മാസത്തിൽ നടത്താതെ ഒരു കുട്ടിക്കും ഓണപ്പരീക്ഷ ഒരു വെല്ലുവിളിയാകാതിരിക്കില്ല. അതുകൊണ്ട് ഓണപ്പരീക്ഷ സിമ്പിളാക്കി മാറ്റാൻ MS പറയുന്ന മെത്തേഡിലൂടെ നിങ്ങൾ പോകണം. ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് തീർക്കാനുള്ള 18ഓളം വരുന്ന സയൻസ് ചാപ്റ്ററുകൾ തീർക്കണം.
18ഓളം വരുന്ന സയൻസ് ചാപ്റ്ററുകൾ തീർക്കണം. 17ഓളം വരുന്ന ലാംഗ്വേജ് ചാപ്റ്ററുകളും നിങ്ങൾ തീർക്കണം. അങ്ങനെ 35 മുതൽ 37 വരെ വരുന്ന ഓണം എക്സാമിൻ്റെ പോർഷൻസുകൾ കംപ്ലീറ്റ് ജൂലൈ മാസത്തിൽ നിങ്ങൾ കവർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു തവണ റിവൈസ് ചെയ്യുകയും വേണം. ഓഗസ്റ്റ് 1 മുതൽ ഒരു പ്യുവർ റിവിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഓഗസ്റ്റ് 1 മുതൽ 12 വരെയുള്ള ഡേറ്റിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് നിങ്ങളിലൂടെ കടന്നു പോകേണ്ടത് എന്തായിരിക്കണം? ചാപ്റ്ററുകളുടെ റിവിഷൻ ആയിരിക്കണം. നിങ്ങൾ ട്യൂഷനിൽ പോയാൽ അവിടെ റിവിഷൻ ആയിരിക്കണം, നിങ്ങൾ സ്കൂളിൽ പോയാൽ അവിടെയും റിവിഷൻ ആയിരിക്കണം. പക്ഷേ ആ സിസ്റ്റത്തിലൂടെ പോകുമെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് പരീക്ഷയുടെ 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് പോർഷൻസുകൾ സ്കൂളുകളിൽ കവർ ചെയ്ത് തീർക്കാറുള്ളത്. അതൊരു നെഗറ്റീവ് അല്ല, കാരണം ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കൽ മാത്രമല്ല, സെൻസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അവർക്ക് ഡ്യൂട്ടികളുണ്ട്. നിങ്ങളുടെ വർക്കിംഗ് ഡേയ്സിൽ മറ്റു പല പ്രവർത്തനങ്ങളും ചെയ്തു പോകേണ്ടി വരുന്ന ടീച്ചേഴ്സിന് തീർക്കാൻ കഴിയണമെന്നില്ല. അവർക്ക് ഓണപ്പരീക്ഷ വരുന്ന 13-ാം തീയതിയാണെങ്കിൽ തൊട്ടു തലേ ദിവസം ഉച്ചവരെ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് ചിലപ്പോൾ പോർഷൻസുകൾ കവർ ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾ കംപ്ലൈൻറ്റ് പറയാൻ പോയിട്ട് ഒരു കാര്യവുമില്ല. കാരണം വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്ക് ഒരു ടീച്ചിങ് മാത്രമല്ല, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അക്കാഡമിക്സിലൂടെ ഗവൺമെൻറ് പണികൾ കൊടുക്കാറുണ്ട്. അതെല്ലാം അവർക്ക് ചെയ്യണം, സമയമെടുക്കും. ട്യൂഷൻ സെൻ്ററുകളോ അവർക്ക് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും മാക്സിമം ക്ലാസ്സസ് കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അവർക്ക് സെമിനാറുകളില്ല, പ്രൊജക്റ്റുകളില്ല, അസൈൻമെൻറ്റുകളില്ല, അസംബ്ലി ഇല്ല, അവർക്ക് ഒരു ടൈപ്പ് കലാകായിക പ്രവർത്തനങ്ങളില്ല. അതൊക്കെ സ്കൂളുകൾക്ക് നടത്തിയെങ്കിൽ മാത്രമേ ആ സ്കൂളിന് വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുകയുള്ളൂ, ആ സ്കൂളിലേക്ക് നെഗറ്റീവ് അടിക്കാതിരിക്കുകയുള്ളൂ, ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അവർക്കും നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കപ്പെടുന്ന ടീച്ചേഴ്സിന് ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ സമയമെടുക്കേണ്ടി വരും. അപ്പോൾ ഓഗസ്റ്റ് 12-ാം തീയതി വരെ നിങ്ങൾക്ക് എത്ര സമയമുണ്ട്? നിങ്ങൾ സ്വയം പഠിക്കേണ്ട സമയം എത്തിയിട്ടുണ്ട്. MS ദാ ഈ ഒരു ടീഷർട്ട് ഇട്ടിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. നിങ്ങളുടെ മുമ്പിൽ ജൂലൈയിൽ 30 ദിവസവും ഓഗസ്റ്റിൽ 12 ദിവസമുണ്ട്. ടോട്ടൽ 42 ദിവസങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. എങ്ങനെ തീർക്കും ഞാൻ? അത് തീർക്കാനാണ് MS ഇവിടെ വന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്റ്റേജ് ഉണ്ട്. കേരളത്തിലെമ്പാടുമുള്ള കുട്ടികൾക്ക് MS ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ എത്ര ബാച്ചിനെന്ന് അറിയോ? 3 ബാച്ചസ് ഉണ്ട്. ഇതിപ്പോൾ LMS, RMS, 10ാം ക്ലാസ്സിൻ്റെ പ്രീമിയം ബാച്ച് നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു ബേസ് ബാച്ച് ഉണ്ട് സാർ, അവിടെ വെറും 3500 രൂപയേ വരുന്നുള്ളൂ. പ്രീമിയം ബാച്ച് ഉണ്ട്, 6500 രൂപയേ വരുന്നുള്ളൂ. പ്രീമിയം പ്രോ ബാച്ച് ഉണ്ട്, അവിടെ 9500 രൂപ വരുന്നുണ്ട്. ഇതിൽ പറ്റുമെങ്കിൽ മിനിമം നിങ്ങൾ പ്രീമിയം ബാച്ചിലെങ്കിലും ജോയിൻ ചെയ്യണം. നിങ്ങളൊക്കെയാണ്, നിങ്ങളുടെ പാരൻസ് ഒക്കെ ആണെങ്കിൽ MS-ൻ്റെ കൂടെ കൈപിടിച്ചുകൊണ്ട് ഫുൾ A+ലേക്കുള്ള ഒരു ഫ്ലെക്സിൽ ഫോട്ടോ വെക്കുമ്പോൾ അതിൽ ഫുൾ A+ൻ്റെ ഫോട്ടോ ലിസ്റ്റിൽ നിൻ്റെ ഫോട്ടോ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് പ്രീമിയം പ്രോ ബാച്ച് ഉണ്ട്. ഈ പ്രീമിയം പ്രോ ബാച്ചിന് ഒരൊറ്റ മെൻറ്ററേ ഉള്ളൂ. ആ മെൻറ്റർ ഈ MS സൊല്യൂഷൻസിൻ്റെ CEO മുഹമ്മദ് ഷുഹൈബാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രീമിയം ബാച്ചിലോ അല്ലെങ്കിൽ പ്രീമിയം പ്രോ ബാച്ചിലോ ജോയിൻ ചെയ്യണം. കാരണം എന്താണെന്നറിയോ? ഞാൻ ചെയ്യാൻ പോകുന്ന മെത്തേഡ് പറഞ്ഞു തരാം. ഈ ജൂലൈ 1 ഇന്ന് മുതൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് മുതൽ ജൂലൈ 31 വരെ 18ഓളം വരുന്ന സയൻസ് ചാപ്റ്ററുകളും, നോട്ട് ദ പോയിന്റ്, 18ഓളം വരുന്ന സയൻസ് ചാപ്റ്ററുകളും 18ഓളം വരുന്ന ലാംഗ്വേജ് ചാപ്റ്റേഴ്സുകളും വിത്തൗട്ട് IT കേട്ടോ. കാര്യം IT ഓണപരീക്ഷയ്ക്ക് ഉണ്ടാവാറില്ല. ഓക്കെ, 18 മുതൽ 18 വരെ വരുന്ന 36ഓളം വരുന്ന സയൻസ് ചാപ്റ്ററുകളും ലാംഗ്വേജ് ചാപ്റ്ററുകളും കൃത്യമായി നിങ്ങൾക്ക് ഒരു തവണ ഞങ്ങൾ റിവിഷൻ തരും. അതായത് പോർഷൻസ് 15-ാം തീയതി നമ്മളൊക്കെ കംപ്ലീറ്റ് കഴിയും, റിവിഷൻ തരും. അതിനുശേഷം ഞങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള ദിവസങ്ങളിൽ വീണ്ടും റിവിഷൻ, പ്യുവർ റിവിഷൻ അല്ലെങ്കിൽ പക്ക റിവിഷൻ എന്ന് പറയാം, പക്ക റിവിഷൻ തരും. പ്ലസ് നിങ്ങൾ രാത്രി റിവിഷൻ കണ്ടാൽ, ഫോർ എക്സാമ്പിൾ രാത്രി 7ക്ക് വന്നിട്ട് ഞാൻ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് റിവിഷൻ തരികയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണിക്ക് നിങ്ങൾ എഴുന്നേറ്റിട്ട് ആ ചാപ്റ്ററിൻ്റെ ഒരു യൂണിറ്റ് എക്സാം നിങ്ങൾ എഴുതും. റെഡി? അങ്ങനെ 6 മണിക്ക് എക്സാം നടക്കുന്ന വിധത്തിലുള്ള ഒരു പക്ക ഷെഡ്യൂൾ നിങ്ങൾക്ക് തരും. അങ്ങനെ 10-ാം തീയതി വരെ നിങ്ങൾ പോകും. അതിനിടയിൽ ഒരു ഓണം എക്സാമിൻ്റെ മോഡൽ എക്സാം നിങ്ങൾ എഴുതും. അങ്ങനെ 12-ാം തീയതി നമ്മളൊരു മോട്ടിവേഷൻ തന്നുകൊണ്ട് നിങ്ങളെ രാത്രി പറഞ്ഞേക്കും പക്ക പ്രിഡിക്ഷൻ ലൈവിലേക്ക്.
12-ാം തീയതി രാത്രി 7:30 MS സൊല്യൂഷൻസിൻ്റെ ചാനലിലേക്ക് വന്നാൽ എഴുതി വെച്ചോ, മാർക്ക് ചെയ്ത് വെച്ചോ, നോട്ട് ചെയ്ത് വെച്ചോ, കേരളത്തിലെ ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വരാൻ സാധ്യതയുള്ള പകുതിയോളം ചോദ്യങ്ങൾ, അതുപോലത്തെ ചോദ്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കും. ബാക്കി പകുതി അത് അധ്യാപകരുടെ കൈകളിലാണ്, റെഡി, മറ്റു കുട്ടികളുടെ കൈകളിലാണ്. നിങ്ങളെ ഞങ്ങൾ A ഗ്രേഡ് വരെ എത്തിച്ചു തരും. A+ എത്താനുള്ള മാർക്ക് നീ സ്വയം ഉണ്ടാക്കണം. നിനക്ക് അതിനുള്ള കഴിവും പവറും ഞങ്ങൾ എത്തിച്ചു തരും. നിങ്ങൾ വരൂ, MS-ൻ്റെ പ്രീമിയം പ്രോ ബാച്ചിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. റെഡി? അപ്പോൾ 8, 9, 10 ഏത് ക്ലാസ്സിലാണെങ്കിലും ഇനി ഒരു ദിവസം 2 പരീക്ഷകൾ നിങ്ങൾ കാണണം. അങ്ങനെ ഒരു ദിവസം 2 പരീക്ഷകൾ വരികയാണെങ്കിൽ പൊന്നുമക്കളെ നിങ്ങളെ കൊണ്ട് താങ്ങില്ല. 7902 400 800. ഇപ്പം എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഒരു തവണയെങ്കിലും ഇതിലേക്കൊരു കോൾ ചെയ്യണം. ഈ നമ്പറിലേക്ക്, നോട്ട് ദ പോയിന്റ്, സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. 7902 400 800 7902 400 800. ഒരു തവണ നിങ്ങൾ ഡയൽ ചെയ്തോ, ഒരു തവണയെങ്കിലും മെസ്സേജ് ചെയ്തോ, എന്നിട്ട് നിങ്ങൾ ബാച്ചിലേക്ക് പോവാ. MS-ലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഓണപ്പരീക്ഷ കയ്യിലങ്ങോട്ട് വെച്ച് തരും. അന്തസ്സുണ്ടെങ്കിൽ, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വന്നോ MS സൊല്യൂഷൻസിൻ്റെ പ്രീമിയം പ്രോ ബാച്ചിലേക്ക്. ഓക്കെ, സോ നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.